ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റ് ട്രാൻസാക്ഷൻ നടത്തുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI സംവിധാനം വഴിയാണ്. അതിൽ റീസെന്റ് ആയിട്ട് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് കൊണ്ടുവരുന്ന കാര്യം സജീവ പരിഗണനയിൽ എത്തിയിട്ടുണ്ട്. 2020 മുമ്പ് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടായിരുന്നു. 2020 ശേഷം ഡിജിറ്റൽ പേയ്മെന്റ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേവ് ചെയ്യുകയുണ്ടായി. ഇപ്പൊ 2000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻസിന് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് തിരിച്ചു കൊണ്ടുവരാനാണ് പരിഗണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2022 റിസർവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പൈലറ്റ് സ്കെയിലിൽ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞ ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ റുപ്പിയെ കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ റുപ്പിയെ കുറിച്ചാണ്. ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ റുപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലായിട്ട് കൈകാര്യം ചെയ്യുന്ന രൂപയുടെ ഒരു ഡിജിറ്റൽ വേർഷനാണ്. ഫിസിക്കൽ രൂപ നമുക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യാമെങ്കിൽ, അതുപോലെ നമ്മുടെ പേഴ്സിൽ വെക്കാമെങ്കിൽ, ഡിജിറ്റൽ റുപ്പി നമുക്ക് വയ്ക്കാനായിട്ടൊരു ഡിജിറ്റൽ വാലറ്റ് വേണം. അപ്പൊ ഇന്ന് 19 ബാങ്കുകൾ ഈ ഡിജിറ്റൽ വാലറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ബാങ്കുകളിലെ അക്കൗണ്ട് ഹോൾഡേഴ്സിന് ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഡിജിറ്റൽ വാലറ്റിലേക്ക് ഡിജിറ്റൽ റുപ്പി ഡൗൺലോഡ് ചെയ്യാനും അത് അവർക്ക് പേയ്മെന്റ് ട്രാൻസാക്ഷൻ നടത്താനും പറ്റുന്നതാണ്. അത് നമുക്ക് ഡിജിറ്റൽ വാലറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനും, ഡിജിറ്റൽ വാലറ്റ് ഇല്ലാത്ത കേസിൽ UPI QR കോഡ് വെച്ചിട്ട് ഡിജിറ്റൽ പേയ്മെന്റ് നടത്താനും ഒക്കെ സാധിക്കും. അതിന് നമുക്ക് ഫിസിക്കൽ രൂപയുടെ പോലെ തന്നെ സോവറിൻ ഗ്യാരണ്ടി ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്. അതേ ഡിനോമിനേഷൻസിലാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ രൂപയും ഫിസിക്കൽ രൂപയും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ഈ UPI സംവിധാനമായിട്ട് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് നോക്കിയാൽ, UPIയിൽ ഗൂഗിൾ പേ വെച്ചിട്ട് ഞാൻ വേറൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറയും, അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു പേയ്മെന്റ് സംവിധാനമാണ്. അപ്പൊ അതിന് രണ്ടു പേർക്കും ബാങ്ക് അക്കൗണ്ട് വേണം, അതുപോലെ തന്നെ ഒരു ഇന്റർനെറ്റ് സംവിധാനവും ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഈ ഡിജിറ്റൽ റുപ്പി പേയ്മെന്റ് അങ്ങനെയല്ല. ഡിജിറ്റൽ റുപ്പി കറൻസിയാണ്, ഡിജിറ്റൽ കറൻസിയാണ്. അപ്പൊ അത് ഡിജിറ്റൽ വാലറ്റിൽ നിന്ന് മറ്റൊരാളുടെ ഡിജിറ്റൽ വാലറ്റിലേക്ക് പൈസ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് അത്യധികമായിട്ട് നോക്കുമ്പോൾ അതിന് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. ഇനി ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാൽ, ക്രിപ്റ്റോ കറൻസിയും ഒരു ഡിജിറ്റൽ കറൻസിയാണ്. രണ്ടും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസി ഡീസെൻട്രലൈസ്ഡ് ആണ്, അതായത് പ്രൈവറ്റ്ലി ഇഷ്യൂഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ തീരുമാനിക്കുന്നത് അതിൽ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. അത് എപ്പോഴും വോളറ്റൈലാണ്, ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ ഡിജിറ്റൽ റുപ്പി എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആണ്, RBI ഇഷ്യൂ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിൽ ലീഗൽ ടെൻഡറായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ വില 100 രൂപയുടെ ഡിജിറ്റൽ കറൻസി ആണെങ്കിൽ 100 രൂപ തന്നെയായിരിക്കും. ഇനി ഡിജിറ്റൽ റുപ്പിയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഡിജിറ്റൽ റുപ്പി RBI ഇഷ്യൂ ചെയ്തുകൊണ്ട് തന്നെ അതിന് സോവറിൻ ഗ്യാരണ്ടിയും RBIയുടെ ട്രസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ട്രാൻസ്ഫർ വളരെ ഇൻസ്റ്റന്റ് ആണ്, ക്വിക്കാണ്. പിന്നെ നമുക്കറിയാം ഫിസിക്കൽ റുപ്പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കൽ റുപ്പി പ്രിന്റ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ കുറച്ച് കോസ്റ്റ് ഇൻവോൾവ് ആണ്. ആ ക്യാഷ് മാനേജ്മെന്റ് കോസ്റ്റ് ഡിജിറ്റൽ കറൻസിയിൽ ഇല്ല, ആവശ്യമില്ല. UPI ട്രാൻസാക്ഷന് ബാങ്ക് അക്കൗണ്ട് വേണം, അതുപോലെ തന്നെ നെറ്റ് സംവിധാനവും വേണം. ഇത് രണ്ടും ഇല്ലാതെ ഈവൻ റിമോട്ട് ഏരിയയിലും വർക്ക് ചെയ്യുന്ന തരത്തിലാണ് ഇതിന്റെ ഫുൾ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും കൊണ്ടുവരിക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സെക്യൂർഡ് ആണ്. പലപ്പോഴും ഹാക്കിങ്ങോ കൗണ്ടർഫീറ്റ് നോട്ടുകളോ അതൊന്നും സാധ്യമാകില്ല. അതുപോലെ തന്നെ ഇല്ലീഗൽ മണി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും കൂടെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു, ഇന്ന് ഇന്ത്യയിലെ 19 ബാങ്കുകൾ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, റുപ്പി അല്ലെങ്കിൽ ഡിജിറ്റൽ റുപ്പി മൊബൈൽ ആപ്ലിക്കേഷൻസ്. അപ്പൊ നമ്മൾ ഈ ബാങ്കിലെ ഏതെങ്കിലും അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നമുക്ക് ആ ബാങ്കിന്റെ ഡിജിറ്റൽ റുപ്പി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം മൊബൈലിൽ. അത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യണം. അതിനുശേഷം ഒരു പിൻ സെറ്റ് ചെയ്യണം. പിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് പാറ്റേൺ അല്ലെങ്കിൽ ബയോമെട്രിക് അല്ലെങ്കിൽ പിൻ, ഇത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ മൊബൈലിൽ സാധാരണ ഏതാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ട്രാൻസാക്ഷൻ പിൻ സെറ്റ് ചെയ്യണം. 6 ഡിജിറ്റ്
പിന്നാണ്. അത് നമ്മൾ സെറ്റ് ചെയ്യണം. അത് വെച്ചിട്ടാണ് നമ്മൾ പൈസ ലോഡ് ചെയ്യുന്നതും പേയ്മെന്റ് നടത്തുന്നതും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഡീം ചെയ്യുന്നത്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്ക് അക്കൗണ്ടായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത് ആ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് നമ്മുടെ ഡെബിറ്റ് കാർഡ് വെച്ച് അത് വാലിഡേറ്റ് ചെയ്യും വേണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ വാലറ്റ് ആക്റ്റീവായി. അങ്ങനെ ഡിജിറ്റൽ വാലറ്റ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ഈ ഡിജിറ്റൽ വാലറ്റിലേക്ക് പൈസ എടുക്കാം. അത് എത്ര വേണമെന്ന് നമ്മൾ കീൻ ചെയ്തിട്ട് കറൻസി ഡിനോമിനേഷൻസ് സെലക്ട് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ഡിനോമിനേഷൻസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡിജിറ്റൽ വാലറ്റിലേക്ക് പൈസ വരും. നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയുടെ ഡിനോമിനേഷൻസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ അത് വെച്ചിട്ട് നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെൻഡ് ചെയ്യാം. മറ്റ് ഡിജിറ്റൽ വാലറ്റ് ഉള്ള വ്യക്തിയുടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ UPIയുടെ QR കോഡ് വെച്ചിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റാളുടെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ വാലറ്റിലേക്ക് പൈസ സ്വീകരിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡിജിറ്റൽ വാലറ്റിൽ കൂടുതൽ പൈസ ആയി കഴിഞ്ഞാൽ നമുക്കത് ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഡീം ചെയ്യാനായിട്ട് റെഡീം എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റെഡീം ചെയ്യാം. ഇത്രയൊക്കെയാണ് നമുക്ക് അതിനകത്ത് ചെയ്യാവുന്ന ട്രാൻസാക്ഷൻസ്. അപ്പൊ ഇത് നമുക്ക് ഒരു ഫിസിക്കൽ രൂപ ഡീൽ ചെയ്യുന്നത് പോലെ തന്നെ ഇത് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഡിജിറ്റൽ റുപ്പി ഇപ്പോഴും നമ്മുടെ പൈലറ്റ് സ്റ്റേജിലാണ്, ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്. പക്ഷെ ഇപ്പോൾ ഏകദേശം 18 കോടി ട്രാൻസാക്ഷൻസ് കടന്നു കഴിഞ്ഞു. 1,20,00,000 ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കത് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഇതൊരിക്കലും UPI ട്രാൻസാക്ഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമല്ല, അതിനോടൊപ്പം തന്നെ പാരലായിട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ഇതിന്റെ മറ്റൊരു പ്രയോജനം വരുന്നത് മറ്റ് രാജ്യങ്ങൾ, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ ഈ റുപ്പി തുടങ്ങുന്നത് പോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും അവരുടെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി CBDC എന്നുള്ള സംവിധാനം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളിലും ആയി കഴിയുമ്പോൾ ആ രാജ്യങ്ങളിലേക്കുള്ള ക്രോസ് ബോർഡർ ട്രാൻസ്ഫർ സാധിക്കും. ഉദാഹരണത്തിന് അടുത്തിടെ UAE ആയിട്ട് അതിന്റെ ഡിസ്കഷൻ നടന്നു. അതായത് UAEയിലുള്ള ഡിജിറ്റൽ ദിറം നമുക്ക് ഇവിടെയുള്ള വ്യക്തിയുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സൗകര്യം ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതുപോലെ ക്രോസ് ബോർഡർ ട്രാൻസ്ഫറിനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് UPIയും ഫിസിക്കൽ റുപ്പിയും ഈ ഡിജിറ്റൽ റുപ്പിയും കോഎക്സിസ്റ്റ് ചെയ്യും, പാരലായിട്ട് മൂന്നും നടക്കും. പക്ഷെ നമ്മുടെ ഡിജിറ്റൽ എക്കണോമി അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ ഡിജിറ്റൽ റുപ്പി പോപ്പുലറൈസ് ചെയ്യുമ്പോൾ അത് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഡിജിറ്റൽ റുപ്പിയെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ജോളി പീറ്റർ, ഫിനാൻസ് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ.